ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദീപാവലി സ്പെഷ്യൽ വ്ളോഗാണ്. ദീപാവലിയുടെ പിറ്റേ ദിവസം കേരളപ്പിറവി ആയതുകൊണ്ട് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ വരാൻ ലേശം വൈകിപ്പോയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ദീപാവലിയിലെ മെയിൻ പരിപാടിയാണല്ലോ ദീപം കത്തിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മഴ പെയ്ത് തോന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇരുട്ട്. നമ്മളൊരു 5:40 കഴിഞ്ഞപ്പോഴേക്കും ചട്ടി കത്തിക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പടക്കം പൊട്ടിക്കൽ തുടങ്ങുന്നത്. നമ്മൾ ഓലപ്പടക്കം, മാലപ്പടക്കം അങ്ങനെയുള്ള സൗണ്ടുള്ള പടക്കങ്ങളൊന്നും മേടിച്ചില്ല. നമ്മുടെ അമ്മയ്ക്കും ഇതിൻ്റെ സൗണ്ട് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ടുള്ള പടക്കങ്ങളൊന്നും മേടിക്കാത്തത്. പക്ഷേ നമ്മൾ അടുത്ത ദീപാവലിക്ക് ഉറപ്പായിട്ടും ഓലപ്പടക്കം, മാലപ്പടക്കം അങ്ങനത്തെ പടക്കങ്ങളൊക്കെ മേടിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദീപാവലിക്ക് ഇതുപോലെ ഓലപ്പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരെണ്ണം കത്തിച്ചിട്ടേ ഉള്ളായിരുന്നു. നമ്മുടെ അതിഥിമോൾക്ക് അന്ന് 1 വയസ്സായിട്ടില്ലായിരുന്നു. അങ്ങനെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ പൂത്തിരിയൊക്കെ കത്തിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ. പക്ഷേ നമ്മൾ ഓലപ്പടക്കമൊക്കെ പൊട്ടിച്ചപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായതുകൊണ്ട് അമ്മ ഓലപ്പടക്കം കൊണ്ട് വെള്ളത്തിലിട്ടു. അതുകൊണ്ടാണ് ഈ വട്ടം നമ്മൾ ഓലപ്പടക്കം മേടിക്കാഞ്ഞത്. പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. വർണ്ണക്കതിരോ സ്വർണ്ണക്കതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊരിയോ, വർണ്ണക്കതിരോ സ്വർണ്ണക്കതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊരിയോ, ഉള്ളിന്റെ ഉള്ളിലിട്ടാരോ കത്തിച്ച മാലപ്പടക്കോ തലപ്പൊലിയോ. വർണ്ണക്കതിരോ സ്വർണ്ണക്കതിരോ കണ്ണാടി ചില്ലിന്റെ കണ്ണി പൊരിയോ, ഉള്ളിന്റെ ഉള്ളിലിട്ടാരോ കത്തിച്ച മാലപ്പടക്കോ തലപ്പൊലിയോ. പിന്നെ നമ്മൾ പൂജാമുറി കയറി ഭഗവാനെയൊക്കെ തൊഴുത് നാമം ചൊല്ലുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ദീപാവലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.